ആറന്മുള വിമാനത്താവള ഭൂമിയിലെ ഇൻഫോ പാർക്ക് പദ്ധതിയിൽ വ്യവസായ വകുപ്പിനും എതിർപ്പ്. നിയമപരമല്ലാത്ത ഭൂമി തരം മാറ്റലിന് പിന്തുണ നൽകേണ്ടതില്ല എന്നാണ് വ്യവസായ വകുപ്പിന്റെ തീരുമാനം. ആറന്മുളയിൽ ഇൻഫോ പാർക്ക് ഇന്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി 6 മാസമായി വ്യവസായ വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപക സംഗമത്തിലും 7,000 കോടി രൂപ മുതൽ മുടക്കും 10,000 തൊഴിലവസരം സൃഷ്ടിക്കുന്നതുമായ പദ്ധതി അവതരിപ്പിക്കപ്പെട്ടിരുന്നു. നിക്ഷേപക സംഗമത്തിൽ വന്ന സംരംഭങ്ങളെ വ്യവസായ വകുപ്പ് 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഭൂമിയില്ലാത്ത പദ്ധതികളെന്നും തരംമാറ്റൽ ആവശ്യമായ പദ്ധതികളെന്നുമാണ് വേർതിരിച്ചിരിക്കുന്നത്. വൻ നിക്ഷേപ പദ്ധതികൾക്ക് വേണ്ടി വയൽഭൂമി നിയമപരമായി തരംമാറ്റ നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്നതാണ് വ്യവസായ വകുപ്പിന്റെ നിലവിലുള്ള സമീപനം. എന്നാൽ നേരത്തെ തന്നെ തരംമാറ്റലിന് അനുമതി നിഷേധിച്ച ആറന്മുള ഭൂമിയിൽ നിയമപരമായ തരംമാറ്റൽ സാധ്യമാകുമോ എന്ന് വകുപ്പിന് സംശയമുണ്ട്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ഇന്നലത്തെ തീരുമാനം ഈ സംശയം ശരിവെക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്ക് പദ്ധതിക്ക് വേണ്ടി വയൽഭൂമി തരംമാറ്റ നടപടിക്ക് പിന്തുണ നൽകാനില്ല എന്നതാണ് വ്യവസായ വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട്. കമ്പനി ചൂണ്ടിക്കാണിക്കുന്ന 139 ഹെക്ടർ ഭൂമിയിൽ 16 ഹെക്ടർ മാത്രമാണ് കരഭൂമി. വൻതോതിൽ വയൽഭൂമി നികത്തേണ്ടി വരുമെന്നതും വ്യവസായ വകുപ്പിനെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. സംരംഭകരുടെ വിശ്വാസ്യത സംബന്ധിച്ചും വകുപ്പിന് സംശയങ്ങളുണ്ട്. ഭൂമി തരം മാറ്റാൻ അനുവദിക്കേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്യാനുള്ള ചീഫ് സെക്രട്ടറി തല സമിതിയുടെ തീരുമാനം തന്നെ ആറന്മുള ഇൻഫോ പാർക്ക് പദ്ധതിക്ക് എതിരാണ്. അതിന് പിന്നാലെയാണ് വ്യവസായ വകുപ്പ് കൂടി എതിർ നിലപാട് സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24.